റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം പൂവാറിൽ ലഹരി പിടിപ്പിക്കുന്ന അരിഷ്ട കച്ചവടം തകൃതിയായി നടക്കും. ലഹരി പിടിപ്പിക്കുന്ന അരിഷ്ട കച്ചവടം അങ്ങനെ പരിപാടിയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ അതിന് പറയുന്നത് വിപ്ലവാരിഷ്ടം എന്നാണ്. ഈ അരിഷ്ടം കുടിച്ചാൽ കുറച്ചു നേരം കറങ്ങിയിരിക്കും. ബാറിൻ്റെ ഇതിന് സമാനമായ കൗണ്ടറിൽ അരിഷ്ടം നിൽപ്പനടിക്കാൻ നിരവധി പേരാണുള്ളത്. നിൽപ്പനടി എന്ന് കേട്ടിട്ടുണ്ടോ? അടിക്കുക പോവുക, അതാണ് പരിപാടി. തലയ്ക്ക് പിടിക്കുന്ന ലഹരിക്ക് വേണ്ടി അരിഷ്ടം പൊട്ടിച്ച് കുടിക്കുന്ന നിരവധി പേർ തങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്. മെഡിഗാർഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഏജൻസി എന്ന പേരിൽ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ മറവിലാണ് വിൽപ്പന നടക്കുന്നത്. ബാറിലുള്ളതിൻ്റെ ഇരട്ടി അളവ് ആൽക്കഹോൾ ചേർത്താണ് അരിഷ്ടം വിൽപ്പന നടത്തുന്നത്. അത് അരിഷ്ടമല്ല, അത് ബിയറിനേക്കാൾ കൂടിയതാണ്. രാത്രി 9 മണി വരെയാണ് ബിവറേജ് ഉള്ളത്. ബാറാണെങ്കിൽ 11 വരെയും. ഇത് രണ്ടും അവധിയായാലോ? ഭീമമായ തുക കൊടുത്ത് ബ്ലാക്കിലും മദ്യം വാങ്ങാൻ കഴിയുന്ന ഒരു നാടാണ് നമ്മുടേത്. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കായി മദ്യത്തിന് പകരം അരിഷ്ടം ഉപയോഗിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. മദ്യത്തിന് പകരം അരിഷ്ടം വ്യാപകമായി ഉപയോഗിക്കുന്ന തിരുവനന്തപുരത്തെ തീരദേശ ഗ്രാമമായ പൂവാറിലെ ജനങ്ങളെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പരസ്യമായാണ് ഇവർ കുടിച്ചു തിമിർക്കുന്നത്. ഇന്ന് പണിക്ക് ഒന്നും കിട്ടിയില്ല, ഒരു രൂപ കിട്ടിയില്ല. കിട്ടിയവർക്ക് 10-500 രൂപ കിട്ടി, നമുക്കൊന്നും. പൂവാർ ബാക്ക് വാട്ടേഴ്സിന് അടുത്തെത്തിയാൽ പുലർച്ചെ 5:30 മുതൽ രാത്രി വരെ യഥേഷ്ടം അരിഷ്ടം വിൽപ്പന നടത്തുന്ന ഈ ഷോപ്പ് കാണാം. മെഡിഗാർഡ് ഫാർമസ്യൂട്ടിക്കൽസ് പല പേരുകളിൽ ഇവിടെ എത്തിക്കുന്ന അരിഷ്ടത്തിലെ ചേരുവകകൾ എല്ലാം ഒന്നു തന്നെയാണ്. കേവലം 70 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരിഷ്ടം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും അധികം വാങ്ങുന്നതും. ബ്രാൻഡിയുടെ 4 രൂപയുടെ അടിക്കുന്ന പവർ ഉണ്ടാവും. 1 ലിറ്റർ അടിക്കുന്നില്ലേ നമ്മൾ? 1 ലിറ്ററുടെ 4 ലിറ്റർ അടിക്കുന്നു. 2 എണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല പിടുത്തമാണ്. കഴിയുമ്പോൾ പിടുത്തം ഉണ്ടാവും. ഇപ്പൊ 2 എണ്ണം എടുത്ത് 2 അടിച്ച് പിന്നെ 1 എടുത്ത് കൊണ്ടുപോകാം. കുടിക്കുന്ന നേരത്തിൽ വയറ് വീഴ്ച. പൂവാർ പോലീസ് സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പിലാണ് അരിഷ്ടം വിൽപ്പന തകൃതിയായി നടക്കുന്നത്. തൊട്ടടുത്ത് ഗവൺമെന്റ് LPS സ്കൂളും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏറെ തിരക്കു പിടിച്ച നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പരസ്യമായി കള്ളുകുടിക്ക് സമാനമായി അരിഷ്ടം നിറച്ച കുപ്പികളുമായി പ്രദേശത്തെ ജനങ്ങൾ നിൽപ്പനടി നടത്തി വരുന്നത്. ബാറിനും ബിവറേജിനും സർക്കാർ സമയപരിധി നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് പുലർച്ചെ മുതൽ രാത്രി വരെ മദ്യത്തിനു പകരം അരിഷ്ടം സുലഭമായി വിളമ്പുന്നത്. ഒരു നാടിനെ മുഴുവനായി കുടിപ്പിച്ച് ലഹരിക്ക് കീഴ്പ്പെടുത്താൻ മെഡിഗാർഡ് ഫാർമസ്യൂട്ടിക്കൽസിനെ പോലുള്ള ധാരാളം കമ്പനികളും ഇന്ന് രംഗത്തുണ്ട്. BD ജേർണലിസ്റ്റ് ശിവപ്രസാദിനും നന്ദകിഷോറിനുമൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ ജന്മത്തിൽ ബാർ മുതലാളിയാവാൻ കഴിയാതിരുന്ന ഒരാളാണ് മെഡിഗാർഡ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ നടത്തിപ്പുകാരനെന്നാണ് മനസ്സിലാവുന്നത്. ബിയറിലൊക്കെ ചേർക്കുന്നതിനേക്കാൾ ഇരട്ടി ആൽക്കഹോൾ ചേർത്ത് അരിഷ്ടം കൊടുക്കുക, അരിഷ്ടം വന്ന് വാങ്ങുക. അതിൻ്റെ പേര് വിട്ട് കണ്ടു, പഞ്ചകോലാസവം എന്നോ മറ്റോ ആണ് ആ അരിഷ്ടത്തിൻ്റെ പേര്. നീരും ചോദിച്ച് അരിഷ്ടക്കടയിൽ പോകാൻ നിൽക്കണ്ട, ഇത് ഈ അരിഷ്ടക്കടയിൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. ചില അരിഷ്ടക്കടകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ പൂവാറുകാരാണ്, വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ പോയിട്ട് നിൽപ്പനടിച്ച് വീട്ടിൽ പോവുകയാണ്. സാധാരണ 2 വിട്ടിട്ട് പോകുന്നവരുണ്ട്. ഇപ്പോൾ കള്ളൊക്കെ കുടിച്ചു പോകുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ നമ്മൾ പറയും. കൃഷിപ്പണിയൊക്കെ ചെയ്ത് അത്യധ്വാനമൊക്കെ കഴിഞ്ഞ് വരുന്ന മനുഷ്യർ കള്ളു കുടിച്ചിട്ട് പോകുന്നതൊരു രീതിയായിരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ കൂടി. പക്ഷേ ഇതെന്താണ് യഥാർത്ഥത്തിൽ നല്ല ഇത് ബിയറെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇത് യഥാർത്ഥത്തിൽ മദ്യം തന്നെയാണ് ഈ അരിഷ്ടമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലേ? അരുൺ, ഒരു സംശയവും വേണ്ട. കാരണം ഇതിൽ തന്നെ പലരും നമ്മളോട് സംസാരിച്ചവർ പങ്കുവച്ചത് 1 ലിറ്റർ ബ്രാൻഡി അത് കഴിക്കുന്നതിന് സമാനമാണ് 2 ബോട്ടിൽ ഈ അരിഷ്ടം. ഈ അരിഷ്ടം എന്ന് പറയുമ്പോൾ പല പേരുകളിലാണ് ഇവിടെ വിൽക്കുന്നത്. പേരുകൾ മാത്രമാണ് വ്യത്യാസമാകുന്നത്. പക്ഷേ അതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂവാർ എന്ന് പറയുമ്പോൾ ബാക്ക് വാട്ടേഴ്സ് ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ശല്യമുണ്ട്. ആ
ശല്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ശരിക്കും ഇത്തരത്തിലൊരു അരിഷ്ടം അത് വളരെ തുറസായ ഒരു സ്ഥലത്തിൽ നിൽപ്പനടിക്ക് സമാനമായ രീതിയിൽ കഴിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇതിൽ അരുൺ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പല മനുഷ്യന്മാർ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോഴും സംസാരിച്ചപ്പോൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിച്ചു വരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം 450 മില്ലിക്ക് വെറും 70 രൂപ മാത്രമാണ് ഇതിൻ്റെ ചെലവ്. ആ 70 രൂപ ഇവിടെ ഈ മദ്യത്തിന് അടിമയായ പല മനുഷ്യന്മാരും ഇവിടുത്തെ സ്കൂൾ കോളേജ് കുട്ടികളിൽ നിന്നും ഭക്ഷണം കഴിക്കണമെന്ന പേരിൽ അങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ട് പൈസ വാങ്ങി കുടിക്കുന്ന പലരെയും ഇന്ന് രാവിലെയും നമ്മൾ കണ്ടതേ ഉള്ളൂ. അങ്ങനെ വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ആയുർവേദ പച്ചിലകൾ കൂട്ടി അരച്ച് അതിലാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന വളരെ വില കുറഞ്ഞ റം പോലുള്ള ഈ മദ്യം ഇതിൽ വ്യാപകമായി ചേർക്കുന്നു. അങ്ങനെ ചേർത്തുകൊണ്ടാണ് സാധാരണഗതിയിൽ 450 മില്ലി ഒരു അരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലഹരിക്ക് അടിമപ്പെടുന്ന മനുഷ്യന്മാരല്ല. കാരണം ഇത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയാണ് ഇത് നൽകേണ്ടത്. പക്ഷേ ഇവിടെ ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മെഡിഗാർഡ് ഫാർമസ്യൂട്ടിക്കൽസ് കാലങ്ങളായി നടത്തിവരുന്നത്. അരുൺ, ഇവിടെ ഇപ്പോൾ എക്സൈസിന്റെ പരിശോധന കൂടി ഇപ്പോൾ നടന്നു വരികയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ പലരും മദ്യപിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നേറ്റിങ്ങര എക്സൈസ് ഓഫീസർ CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവിടെ ഇപ്പോൾ എത്തിയത്. ഇപ്പോൾ ഒരാളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അയാളുടെ കയ്യിലിരുന്ന ബോട്ടിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് നമ്മളിവിടെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ നമുക്കിത് കണ്ടതും. ഇതൊക്കെ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ് ഏറെ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. തൊട്ടടുത്ത് 2 സ്കൂളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളുള്ള ഒരിടം കൂടിയാണ്. അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ഇത് നടത്തി വരുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഈ ടൂറിസം ഒരു സ്പോട്ടാണ്, മറ്റൊന്ന് ലഹരിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടി ആയതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ശ്രദ്ധയുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ തുറസായ സ്ഥലത്ത് ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഈ അരിഷ്ടം വിൽപ്പന നടത്തുന്നത്. ഈ അരിഷ്ടം എന്ന് കേൾക്കുമ്പോൾ പൊതുജനങ്ങൾ കരുതുന്നത് ഇതൊരു ആയുർവേദ മരുന്നാണ് എന്നുള്ളതാണ്. പക്ഷേ അതൊരു മരുന്നല്ല. അങ്ങനെ മരുന്ന് വിൽക്കുന്ന പല ആയുർവേദ ആശുപത്രികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ രോഗവിവരങ്ങൾ തിരക്കി ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി കൃത്യമായ അരിഷ്ടങ്ങൾ നൽകുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ കൂടി ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികൾ ഈ അരിഷ്ടത്തിന്റെ മറവിൽ മദ്യത്തിന് പകരം മദ്യം കൂടുതൽ. പേരെന്താണെന്ന് ചോദിക്കൂ. അവിടുത്തെ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറുടെ പേര്, ലൈസൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമല്ലോ സ്വാഭാവികമായിട്ടും. ഇത് എവിടെ നിന്നാണ് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്? ലൈസൻസ് ഉണ്ടോ? എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? റസൽപുരത്ത് നിന്നാണ്. ഇതിന്റെ ഡോക്ടർ എവിടെയാണുള്ളത്? വെമ്പായം. ഡോക്ടറുടെ പേരെന്താ? ഡോക്ടർ ഫാറൂഖ്. അദ്ദേഹം ഈ വെമ്പായം സ്വദേശിയാണോ? എത്ര നാളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു? 23 വർഷം കൊണ്ട് പ്രവർത്തിച്ചു. ഇതിപ്പോൾ വാങ്ങിക്കഴിക്കുന്നൊന്നും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടിയല്ലോ. അതെ, ഡോക്ടറിന് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കും, ഡോക്ടർ പറയും, അതിൻ്റെ കൊടുക്കാൻ പറയും. ഏതൊക്കെ അരിഷ്ടം ഇവിടെ വിൽക്കുന്നത്? 10-15 ചുറ്റുമുണ്ട്. ഇപ്പം കൊടുക്കുന്നത് പഞ്ചകോലാഷ്ടം, പിന്നെ ബാലാരിഷ്ടം, മുസ്താരിഷ്ടം. ആരും ഈ പേരൊന്നും ചോദിക്കുന്നില്ലല്ലോ. അരിഷ്ടം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എടുത്ത് കൊടുക്കുക? പലതൊക്കെ ചോദിക്കും. ചിലർക്ക് എല്ലാം അവർ കഴിച്ച് ശീലമുള്ളതുകൊണ്ട് അവർ കൊടുക്കണ വാങ്ങിച്ച് കഴിക്കും, കുഴപ്പമില്ല. രാവിലെ എത്ര മണിക്ക് തുറക്കുന്നേ? രാവിലെ ഒരു 8 മണി 8-9 മണിയൊക്കെ ആകുമ്പോൾ തുറക്കും. മദ്യം ചേർക്കുന്നുണ്ടോ നിങ്ങൾ? അയ്യോ ഇല്ല, ഇത് മറ്റേ ആയുർവേദം. ഇദ്ദേഹം വരെ ഇപ്പോൾ കിറങ്ങിയാണെന്ന്. ഇല്ല, മദ്യം ഒന്നും ചേർക്കില്ല. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം, മദ്യം ഉണ്ടോയെന്ന് പരിശോധിച്ച് നോക്കാം. മദ്യം ഒന്നും ചേർക്കില്ല. ഇത് പ്യുവർ ആയുർവേദമാണ് കംപ്ലീറ്റ്. ഇത് മറ്റേ കുരുമുളക്, ഇത് ശർക്കര, ഇതെല്ലാം ചേർത്ത് മറ്റേ കോടയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കണതാണ്. അല്ല, ഇതിൽ മദ്യമൊന്നും ചെയ്യുന്നില്ല. കോട ചേർക്കുന്നുണ്ട്. കോടയിട്ടാണ് അതിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അല്ലാതെ മദ്യമൊന്നും ചേരുന്നില്ല. പ്യുവർ ആയുർവേദമാണ് കംപ്ലീറ്റ്, അല്ല വേറെ ഒന്നുമില്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അനിൽകുമാർ. 23 വർഷമായിട്ട് ഇവിടെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ രോഗികൾ എത്തുന്നുണ്ടോ? രോഗികൾ വരണുണ്ട്. അല്ലാതെ മെഡിസിൻ കൊടുക്കണം. ഡോക്ടർ വരണതിൻ്റെ അന്ന് പറഞ്ഞാണ് ഇവിടെ വരുന്നത്. അത് ശരി, ചിലപ്പോൾ 2 ദിവസം ഒക്കെ വരും. പിന്നെ അത്യാവശ്യം ഡോക്ടറെ വിളിക്കുമ്പോൾ കാര്യം പറയും. അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലല്ലോ ഇവിടെ. അവർ സ്ഥിരം വന്ന് കഴിക്കുന്നവരാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവർക്ക് വേറെ വിഷയമൊന്നും ഇല്ല. ചോദിച്ചവരാരും അങ്ങനെയല്ലല്ലോ പറയുന്നത്. മദ്യമായിട്ടാണല്ലോ പലരും ഉപയോഗിക്കുന്നത്. കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ് കഴിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ എല്ലാ നാട്ടിലുള്ളവരും കഴിക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. വില കുറഞ്ഞതുകൊണ്ടാണ് വാങ്ങി കഴിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. വില കുറഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്. അവരെ പണ്ടേ കഴിച്ച് ശീലമുള്ളതുകൊണ്ട് മറ്റേ മദ്യം കഴിക്കാൻ മടിച്ചാണ് ഇത് കഴിക്കുന്നത്. മദ്യം കഴിക്കാൻ മടിച്ചാണ് കഴിക്കുന്നതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് ഇങ്ങനെ വിൽക്കുന്നത്? അല്ല, നമുക്ക് ഇങ്ങനെ നമ്മൾ ബിസിനസ് കച്ചവടത്തിൽ ഇരിക്കാനല്ല, ബിസിനസ്സാണ്, നിങ്ങളുടെ കച്ചവടമാണ്. അപ്പോൾ ഇത് മദ്യത്തിന് പകരം നിങ്ങൾ വിറ്റ് വരികയാണ് ഇത്രയും നാളായിട്ട്. ശരി, ബാക്കി എക്സൈസ് കൈകാര്യം ചെയ്യേണ്ട അരുൺ. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് കോടയിട്ട് എന്നൊരു വാക്ക് പറഞ്ഞു അല്ലേ? അരുൺ, ഇത് മദ്യത്തിന് പകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. മദ്യത്തിന് പകരമാണ് ഇത് വിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം.
അവിടെ ഇപ്പോൾ എക്സൈസിൻ്റെ റെയ്ഡ് കൂടി നടക്കുകയാണ്. അരിഷ്ടക്കടയാണ്. പഞ്ചകോലാസവം എന്ന് പറഞ്ഞുള്ള ഒരു അരിഷ്ടമാണ് അവിടെ വിൽക്കുന്നത്. പക്ഷേ വിൽക്കുന്നത് കൂടുതലും ഇരട്ടിയിലധികം ആൽക്കഹോൾ കണ്ടന്റ് ചേർത്തിരിക്കുന്ന അരിഷ്ടമാണ് വിൽക്കുന്നത്. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ അരിഷ്ടക്കടയിൽ പോയി വാങ്ങിച്ചു കുടിക്കാൻ നിൽക്കണ്ട. ഇതൊരു പരസ്യമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉപയോഗിക്കരുത്. അങ്ങനെ കുഴപ്പം കൂടിയുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വിവരം അറിഞ്ഞിട്ട് പിള്ളേരൊക്കെ പോയിട്ട് പഞ്ചകോലാസം ഉണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. മദ്യം ഏത് തരത്തിലാണെങ്കിലും അത് അപകടമാണ്. പ്രത്യേകിച്ച് ഇതേപോലുള്ള സാധനങ്ങളൊന്നും പോയി വാങ്ങിച്ചു കുടിക്കാൻ നിൽക്കരുത്. ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ല. അത് പുള്ളി തന്നെ സമ്മതിച്ചു. വരുന്നു, അടിക്കുന്നു, പോകുന്നു. വരുന്നു, അടിക്കുന്നു, പോകുന്നു. ഇതാണ് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ വീഴുന്നു.